ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് മാമോസിനായിട്ടുണ്ടല്ലോ. എവിടേക്കാണ് പോണതെന്നറിയോ? അത് പറഞ്ഞുതരാം. ചിമ്മിനി ഡാമിലേക്കാണ് കേട്ടോ പോണത്. മാമോസ് തീരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച് പോവാണ്. അപ്പോൾ നോക്കിയപ്പോൾ പോണ വഴിയിൽ നല്ല തേക്കും തോട്ടമൊക്കെ ഉണ്ടാ കാണുന്നത്. അവിടെ കണ്ടോ, ഇതുപോലെ മരങ്ങൾ അടക്കിയിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇതുപോലെ വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഈ സംഭവങ്ങൾ ഇതുപോലെ കൂട്ടിയിടും. അങ്ങനെ നമ്മളെ നാട്ടിൽ നിന്ന് ഫർണിച്ചറിനായിട്ടും മരക്കമ്പനിക്കാരായിട്ടും ഇത് ലേലം വിളിച്ച് നിസ്സാര വിലക്ക് എടുത്തു കൊണ്ടുപോയിട്ടാണ് നല്ല ഭംഗിയായ ഫർണിച്ചേഴ്സൊക്കെ ഉണ്ടാക്കി വരുന്നത്. ഇപ്പം ഇത് പോകുന്ന വഴിക്ക് കുറേ ബോർഡുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ആന ഇറങ്ങണ സ്ഥലമാണ്, ഇത് എന്താ പറയുക, മാന ഇറങ്ങണ സ്ഥലമാണെന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ബോർഡുകളുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെ ഒരു കൊച്ചു പള്ളിയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ മുന്നോട്ട് റോഡില്ലാന്ന് വിചാരിച്ചു, റോഡ് അവിടെ ബ്ലോക്കായി എന്ന് വിചാരിച്ചു. അപ്പം നോക്കുമ്പോഴാടോ, മുന്നോട്ട് പോയപ്പോഴാണ് റോഡ് അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇവിടുന്ന് കൊക്കോയും അതുപോലെ കാപ്പിയും അതിൻ്റെ ഒക്കെ തോട്ടങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ. അപ്പോൾ റോഡ് രണ്ട് സൈഡിലും ഈ തോട്ടങ്ങളായപ്പോൾ നടുവിലൂടെ ഒരു റോഡ്, ചെറിയൊരു റോഡ് പോകുന്ന ഒരിത്, അത്രയേ ഉള്ളൂ. എല്ലാ വാഹനങ്ങളും പോവും. എന്നാലും ഈ കൊക്കോ തോട്ടം കണ്ടപ്പോൾ അവിടെ ഒക്കെ ഇറങ്ങി ഇവർക്കൊക്കെ കാണിച്ചു കൊടുക്കാനും നമുക്ക് കൊക്കോ വാങ്ങാനും ഒക്കെ വേണ്ടി ഇറങ്ങി. നമ്മളത് വാങ്ങി. അപ്പോൾ ചെറിയൊരു പുളിപ്പും മധുരപ്പുമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഉള്ളിൽ വരുന്നത്. അതിൻ്റെ ഉള്ളിലൊരു കുരു വരുന്നുണ്ട്. ആ കുരുവാണ് നമ്മൾ കൊക്കോ പൗഡറായിട്ടും ചോക്ലേറ്റ് പൗഡറായിട്ടും പ്രോസസ്സ് ചെയ്ത് വരുന്ന സംഭവം. അതാണ് വറുത്ത് പൊടിക്കുക, അങ്ങനെ എന്തോ ചെയ്യും. നമ്മൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പതിന്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ സാധനം. അപ്പോൾ അതുകൊണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊരു ഫ്ലഷ്, ഇതാണ് പുറമെ ഒരു കായ കാണുന്നത്. ഇത് പൊട്ടിച്ച് കട്ടിയുള്ള തോടുള്ളൊരു സാധനം. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ നമ്മളെ കുടംപുളിയുടെ ഉള്ളിൽ പോലെ ആണ് ഒരു മധുരവും പുളിയൊക്കെ ആയിട്ട്. അതിൻ്റെ ഉള്ളിലുള്ള കുരുവാണ് വീണ്ടും ഈ പൗഡറായിട്ട് മാറ്റിയെടുക്കുന്നത്. കണ്ടോ, ഈ കമ്പികളൊക്കെ ഈ കാണുന്നത് എന്താണെന്നറിയോ? അതുമ്മൽ എർത്തുണ്ടായിരിക്കും, തൊട്ട് കഴിഞ്ഞാൽ എർത്തടിക്കും. അതുപോലെ ആന വരുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ അടുത്തും ഇതുപോലെ വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ കാപ്പി കണ്ടോ, എന്ത് രസമല്ലേ! അത് നിറച്ചാൽ പൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറച്ച് കായ പിടിക്കും. ഇത് ഹാരിസൺസ് മലയാളത്തിൻ്റെ പ്ലാന്റേഷനാണ് കേട്ടോ ഈ വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെയൊക്കെ റബ്ബറാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. ഈ പോകുന്ന വഴിയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ തന്നെയാണ്. ഇത് കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് വരുന്നവർ കാണുന്നുണ്ടെങ്കിൽ ചാലക്കുടി ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ, തൃശ്ശൂർ ചാലക്കുടി ആ മെയിൻ ഹൈവേയിൽ കൂടെ വരികയാണെങ്കിൽ കൊടകര വന്നിട്ട് അവിടെ നിന്ന് കിഴക്കോട്ട് പോയി കോടാലി വരെ എത്തി അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ്, അവിടെ ഒരു വലിയ ആലുണ്ട്, അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ എത്തും. പിന്നെ ചെറിയ ചെറിയ ജംഗ്ഷൻസ് വരുന്നുണ്ട്. അവിടെ നിന്നൊക്കെ റൈറ്റ് തിരിഞ്ഞ് പോയിട്ടാണ് ഈ സംഭവം വരുന്നത് കേട്ടോ. അപ്പോൾ അത് അറിയാത്തവർ ഗൂഗിൾ മാപ്പ് ഇട്ട് പോവുക, അല്ലാതെ ചോദിച്ച് പോവുക. പിന്നെ ഒരുപാട് സൈൻ ബോർഡുകളുണ്ട്. അത് നോക്കി തന്നെ പോയാൽ തന്നെ നമുക്ക് എത്താം, ഒരാളോടും ചോദിക്കണ്ട. അതിൻ്റെ അടുക്ക് പോയപ്പോൾ കണ്ട ഒരു തൂക്കുപാലൊക്കെ കണ്ടു. അവിടെ ഇറങ്ങി ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടി ഇറങ്ങിയിട്ടാണ്. അങ്ങനെ അവിടെ ഫുഡൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഈ തൂക്കുപാലും അതിൻ്റെ അടുത്ത് കൂടെ ഉള്ളതുകളൊക്കെ കണ്ടു. പിന്നെ കയ്യിൽ അത്യാവശ്യം കുറച്ച് പൈസ കരുതിയിരിക്കുക. കാരണം ചെറിയ തട്ടുകട, വലിയ വലിയ റെസ്റ്റോറൻറ്റുകളോ അങ്ങനത്തെ കുഴിമന്തി കട ഒന്നും ആ ഭാഗത്ത് നമുക്ക് കിട്ടൂല. വല്ല ചായ, കാപ്പി, ഐസ്ക്രീംസ് അങ്ങനെയുള്ളതിന് മാത്രമേ കടകൾ അധികം ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതിനെ പറ്റിയ ചില്ലറകൾ കയ്യിൽ കരുതിക്കോ. ഒന്നുമില്ലാതെ പോയി കഴിഞ്ഞാൽ പിന്നെ പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. അങ്ങനെ പോകുമ്പോഴാണ് കേട്ടോ ഒരു ഒറ്റക്കൊമ്പനെ കണ്ടത്. ഒറ്റക്കൊമ്പൻ എന്ന് പറയുമ്പോൾ ആന എന്ന് വിചാരിക്കും. അല്ല, ഈ പശുവിനെ തന്നെയാണ് പറഞ്ഞത്. അതിലൊരു കൊമ്പുള്ളൂ അതിന്. അപ്പോൾ അതങ്ങനെ കടന്നുപോയി. അങ്ങനെ ഈ കുറേ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കണ്ട്, അതുപോലെ ഒരു മരം കണ്ടു. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ മരത്തുമ്മലുണ്ടല്ലോ നിറച്ച് പൂക്കൾ. ഇല ഒട്ടുമില്ല, ഇല കൊഴിഞ്ഞതായിരിക്കാം. പക്ഷേ ആ മരം എവിടെയൊക്കെ കണ്ടോ അവിടെ എല്ലായിടത്തും നല്ല ഭംഗിയുള്ള എന്താ പറയുക, മജന്ത കളറിലുള്ളൊരു ഫ്ലവർ. കായകളൊന്നും നമ്മൾ കാണുന്നില്ല, പക്ഷെ അത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പോകുന്ന വഴി പല സ്ഥലത്തും കണ്ടു. പിന്നെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് അടിപൊളി റോഡാട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കുറേ അങ്ങോട്ട് ഇതായി കഴിഞ്ഞാൽ ചിമ്മിനി ഡാമെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ഒരു ജംഗ്ഷൻ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പക്ക റോഡാണ്. പോകുന്നത് നമുക്കറിയില്ല. നല്ല സുന്ദരമായ യാത്രയാണ് അവിടുന്ന് അങ്ങോട്ട്.
ഇത് എന്താണെന്നറിയോ, ഇതൊരു ബോർഡൊന്നല്ല കേട്ടോ, ആരും തെറ്റിദ്ധരിക്കണ്ട. ഒരു കനാലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കേണ്ട അതിൻ്റെ സൈഡിലൊരു വലിയ മരമാണ് ഈ നിൽക്കുന്നത്. ആ മരത്തിൻ്റെ വേര് കൊണ്ട് രൂപാന്തരപ്പെട്ടുണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് കണ്ടാത്തൊന്നും എന്തോ ബോർഡ് ഉണ്ടാക്കി വെച്ചിരിക്കുകയെന്ന് കണ്ടോ, ഭയങ്കര വലുപ്പത്തിൽ. അപ്പം ഇതാണ് സംഭവം. ഈ കനാലിൻ്റെ തൊട്ടടുത്ത് കണ്ടോ, ഇവിടെ വീതി കൂട്ടാനുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. കണ്ടോ, ഈ മരത്തിൻ്റെ വലുപ്പം ഒന്ന് നോക്കിയാൽ എത്ര വർഷം പഴക്കമുണ്ടാവുമെന്ന് അറിയില്ല. അത്രക്ക് വലിയ മരം അത്. അയ്യോ, നല്ല വലുപ്പമുണ്ട്. അതിൻ്റെ കടഭാഗമാണ്. ഇത്രയും സ്ഥലത്താണത് ഇതായി നിൽക്കുന്നത്. നല്ല അത്ഭുതം തോന്നിയത് കണ്ടപ്പോട്ടാ. എൻ്റെ വേരുകൾ ഭയങ്കര ഭംഗിയിൽ. എന്ത് മരമാണെന്നൊന്നും അറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് അത് കാണാൻ. അപ്പോഴാണ് റബ്ബർ തോട്ടമൊക്കെ കണ്ടത്. അപ്പോൾ ഇതെന്താണ്, ഇതുമ്മൽ ഒരു ഇത് വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ എന്താണ് റബ്ബർ പാലായിട്ട് വീണെടുക്കുന്നത്, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അത് നമുക്ക് പറഞ്ഞു തരാനൊരു ഗൈഡൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് വിശദമായിട്ട് പറഞ്ഞു തന്നു. അതായത് ഈ മരങ്ങളിൽ തന്നെ, റബ്ബർ മരങ്ങളിൽ തന്നെ പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ജാതി അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ തന്നെ വെറൈറ്റി ഉള്ള പോലെ, അതുപോലെ ഇതുപോലെ ചെത്തി ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് കണ്ടോ, പാലിറ്റിട്ട് വീഴാൻ ഒരു ചെറിയൊരു ഇതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇട്ടിട്ട് വീണ് കിടക്കുന്നതാട്ടോ ഇത്. ഇതിപ്പോൾ പാല് കുറവുള്ളൂ. ചിലതൊക്കെ ആണെങ്കിൽ ഈ ചിരട്ടല്ല, ഇത് വേറൊരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ സംഭവം നിറച്ചുണ്ടായിരിക്കും. ഇതിപ്പോൾ ഇത്തിരി കുറവുള്ളൂ. ഇതുപോലെ ചെത്തി ഇങ്ങനെ വിൽക്കും. അത് ചെറിയ കനത്തിൽ ഈ റബ്ബർ പാലിൻ്റെ കട്ട പോലെ ആയിട്ടുണ്ടാവും. അത് എടുത്തങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരിതുപോലെ ചെത്തി ഇങ്ങനെ വീണ്ടും അതിലേക്കാക്കും. ഈ സാധനം അതാണ്. ഇതാണ് റബ്ബറായിട്ട് വന്നത്. ഇനി നമുക്ക് ചിമ്മിനി ഡാമിലേക്ക് കടക്കാൻ പോകാം കേട്ടോ. അതിൻ്റെ ഒരു എൻട്രൻസിൻ്റെ ഭാഗമാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കണം. ഇവിടെ വീഡിയോ ക്യാമറ ഉപയോഗിക്കണമെങ്കിലും സ്പെഷ്യൽ ചാർജസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ റൂട്ട് ബസ് പോകുന്നുണ്ട്. ബസ്സിന് വരേണ്ടവർക്ക് ബസ്സിന് വരാം. എങ്ങനെയാണെന്ന് അറിയാം, തൃശ്ശൂരിൽ നിന്ന് ചിമ്മിനി ഡാമിലേക്ക് ഓൾറെഡി ബസ്സുണ്ട്, തൃശ്ശൂർ സ്റ്റാൻഡിൽ നിന്ന്. അതുപോലെ കൊടുങ്ങല്ലൂരിൽ നിന്നൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതാ, പിന്നെ ആമ്പല്ലൂർ വഴി പോവാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ വഴി എനിക്കറിയില്ല. മിക്കവർക്കും അറിയാം ആ വഴി. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള, നമ്മളിവിടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് പോകുന്നവർക്ക് എളുപ്പമുള്ള വഴി ഇതാണ് കേട്ടോ. അങ്ങനെ ചിമ്മിനി ഡാമിലെത്തി കാർ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഏരിയയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് ഡാമിൻ്റെ കാഴ്ചകൾ. ഇതാണ് കേട്ടോ. പീച്ചി ഡാമിൻ്റെ അത്ര തന്നെ എന്താ പറയുക, ഇതുകളൊന്നുമില്ല, പൂന്തോട്ടങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ വെള്ളം കൊണ്ട് അവിടെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വക ഒരു ഐറ്റം ഇതിലില്ല കേട്ടോ. ഇരിപ്പിടങ്ങൾ അത്യാവശ്യം കുറച്ച് സ്ഥലത്തുണ്ടെങ്കിലും ഊഞ്ഞാൽ, കുട്ടികൾക്കൊക്കെ ജസ്റ്റ് കളിക്കാനുള്ള കുറച്ച് സംഭവങ്ങളല്ലാതെ വേറൊന്നും ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല. പ്രകൃതിയുടെ ഭംഗി മാത്രമേ ഉള്ളൂ, മനുഷ്യനിർമ്മിതമായ ഭംഗികളൊന്നും ഇല്ല എന്ന് ചുരുക്കം. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെ ആകെ 2 തരം റൈഡുകളാണ് ഇവിടെ പറഞ്ഞു കേട്ടത്. ഒന്നാമത് ഈ കൊട്ടയിലുള്ള യാത്ര, പിന്നെ രണ്ടാമത് ബോട്ട് സർവീസാണ്, ചെറിയ ഇതുണ്ടെന്നുണ്ട്. അപ്പോൾ ആ 2 സംഭവങ്ങളാണ്. നമ്മൾ വന്ന സമയത്ത് രണ്ടും ഇല്ല കേട്ടോ. അപ്പോൾ കണ്ടില്ല അത് ഏത് ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയില്ല. അങ്ങനെ ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ഊഞ്ഞാലകളും കാര്യങ്ങളും അങ്ങനെയുള്ളൂ. ഭയങ്കര കാറ്റവിടെ, നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് സത്യത്തിൽ. അപ്പോൾ കണ്ടോ, ഇതാണ് ആ സംഭവം. കണ്ടോ, ആ കൊട്ട കണ്ട വെള്ളത്തിൽ, അതിൽ യാത്ര ഉണ്ട്. ഈ സംഭവത്തിലും നമുക്ക് കറങ്ങാം, ഇവിടെ ചുറ്റിക്കറങ്ങാം. അതാണ് ഇനി നമുക്ക് ഇവിടെ നിന്നുണ്ടല്ലോ, ഇതിപ്പോൾ ശാന്തമായിട്ട് ഇങ്ങനെ കിടക്കില്ലേ, ഈ എന്നിട്ടാ പറയുക, ഡാമിലെ വെള്ളം ഇങ്ങനെ ശാന്തം. ഇത് കലിതുള്ളി രൗദ്രഭാവത്തിലുള്ളൊരു ഭാവം നിങ്ങൾക്ക് കാണണ്ടേ, അത് വഴിയാ കാണിച്ചു തരാം. അതിന് വേറൊരു സ്ഥലത്ത് കൂടെ നമ്മൾ പോവേണ്ട. നമ്മൾ നേരത്തെ നിന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ റോഡുണ്ട് കേട്ടോ. ഭയങ്കര താഴ്ചയിലേക്ക് ഇറങ്ങാൻ പോണത്. താഴ്ചയിൽ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് പിന്നെ ഹൈറ്റിലേക്ക് കയറണം. കണ്ടോ, ഇവിടെ ഹൈറ്റിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ പോയി അവിടെ ഒരു പാർക്കിംഗ് ഏരിയ വന്ന്, അവിടെയുണ്ട് പാർക്കിംഗ് ഏരിയ, അവിടെ ഇട്ടിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ ഹെയർ പിൻ വളവ് പോലെ
ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വളവായിട്ട് വേണം നമ്മൾ ഈ കലിതുള്ളി പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾക്ക് എത്താൻ. കണ്ടോ, ആ സ്ഥലത്തേക്ക്, ആ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കണം, ആ സ്ഥലത്തേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ വേറൊട്ട്. അപ്പോൾ ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങിപ്പോവാൻ ചവിട്ടുപടികളായിട്ട് ഇറങ്ങിപ്പോകാനുള്ള സംവിധാനമുണ്ട്. ഇനി അതല്ല കാറ് ചുറ്റി അത് പോകാനുള്ള സൗകര്യമുണ്ട്. ചുറ്റി പോവുകയാണെങ്കിൽ താഴെ ചെല്ലുമ്പോൾ പാർക്കിംഗ് ഏരിയ ഇല്ല. ഇവിടെ പാർക്ക് ചെയ്തിട്ട് താഴെ പോകും. അപ്പോൾ കണ്ടോ, നമ്മൾ ചിമ്മിനി ഡാമിൻ്റെ ഇപ്പോൾ താഴെ നിന്നുള്ള കാഴ്ചയാണ് കണ്ടത്. മറു സൈഡിലാണ് നേരത്തെ നമ്മൾ കണ്ട വീഡിയോയിൽ. ഇപ്പോൾ അതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലാണ് വീണ് വന്നിരിക്കുന്നത്. അതായത് നമ്മളവിടെ നിന്നപ്പോൾ ശാന്തസുന്ദരമായി ഉണ്ടായിരുന്ന ആ ഡാമുണ്ടല്ലോ, ആ ഡാമിൻ്റെ ആ വെള്ളത്തിൻ്റെ അവിടെ ആരെങ്കിലും വീണിട്ടോ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇത് തുറന്നിട്ട് ഈ വെള്ളം പോകുന്നുണ്ടല്ലോ, അതിൽ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ആ സാധനത്തിൻ്റെ ജീവൻ പോയിട്ടുള്ള ഉറപ്പം. അത് മനുഷ്യനായാലും ശരി, എന്താ മനുഷ്യനാണെന്ന് ചോദിക്കുക വേണ്ട, ജീവൻ പോയി ഉറപ്പാണ്. അപ്പോൾ അത്രയ്ക്ക് ഫോഴ്സിലും അത്രയ്ക്ക് ഇതിലാണ് വരുന്നത്. അങ്ങനെ ചിമ്മിനി 4 ഷട്ടറുകളുള്ളതാണ് നമ്മുടെ ചിമ്മിനി. പിന്നെ ഇത് കണ്ടോ, ഹൈറ്റിലാണ്, അതുപോലെ ഫോഴ്സിലാണ് ഈ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതെന്നറിയോ. ഇത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല ഇതുണ്ട് കേട്ടോ. ശരിക്കും നമ്മളെ മേല് വെള്ളം വരുന്നുണ്ട്. ഇത് തട്ടിയിട്ട് മരത്തുമ്മലൊക്കെ തട്ടുമ്പോൾ അതൊന്നും ഇങ്ങനെ എന്താ പറയുക, മരത്തുമ്മ തട്ടി കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്ക് വെള്ളം വരും. അല്ലാത്തതും ഇങ്ങനെ വേറെയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചൂടും എല്ലാം കൂടിയായിട്ടോ. ഇത് നോക്കുമ്പോൾ കണ്ട മരത്തുമ്മ തട്ടുന്നത് മരത്തുമ്മന്ന് വെള്ളമായിട്ട് വീഴുന്നുണ്ട്. ഈ കാഴ്ചകളൊക്കെ ഒരുപാട് കണ്ട് ഭയങ്കര സന്തോഷമായി. മാമസ ഹാപ്പി അല്ലേ? അത് മതി. അപ്പോൾ മാമസ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും പോവാത്തവർ പോവുക, കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വന്നു.